ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഹരീഷ് ചോദിക്കുകയാണ്, അല്ല നമുക്കിപ്പിന്നെ എന്ത് പറയാനായിട്ട് പറ്റും? എല്ലാവരോടും ചെന്ന് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയാനായിട്ട് പറ്റുമോ സുഭാഷ് ഏട്ടാ? നമ്മൾ എന്ത് ചെയ്യാനാണ്? എടാ, അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഇനി നമ്മൾ കാരണം നിധിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പാടില്ല. ഒരു ചീത്തപ്പേരും അവളെ കൊണ്ട് ആരും പറയാനായിട്ട് നിൽക്കരുത്. അങ്ങനൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് പിന്നെ സുഭാഷ് ഏട്ടാ, അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് സുഭാഷ് ഏട്ടാ? ആൾക്കാരുടെ വായടച്ച് കെട്ടാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ സുഭാഷ് ഏട്ടാ. അതെ, ആൾക്കാരുടെ വായടച്ച് കെട്ടാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് താമസം മാറുന്നു. പക്ഷേ സുധീഷ് നല്ല ഉറക്കമാണെന്ന് വിചാരിച്ച് ഇരിക്കുന്നത്. നമ്മളിവിടുന്ന് താമസം മാറുന്നോ? അതെന്താ നമ്മളിവിടുന്ന് താമസം മാറുന്നത്? നമ്മളിവിടുന്ന് താമസം മാറിയ പ്രശ്നങ്ങളെല്ലാം മാറും. എന്നാലും ഏട്ടത്തി നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. നമുക്കേ നിധിയെയും സുധീഷിനെയും മാത്രം ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്ക് നിനക്കും എനിക്കും, അതായത് അച്ഛനും അതേപോലെ തന്നെ നികേഷിനും കൂടി നമുക്ക് ഈ വീട് മാറാം. എന്നിട്ട് നമ്മളെവിടെ പോയി താമസിക്കാനാ? എടാ, നമുക്കൊരു വാടക വീട് എടുക്കാന്നേ, എന്നിട്ട് അവിടെ പോയി താമസിക്കാം. ഇവർ രണ്ടുപേരും ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറയാണ്. അത് പിന്നെ സുഭാഷ് ഏട്ടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഏട്ടത്തി അതൊക്കെ സമ്മതിക്കോ? ഏട്ടത്തി എനിക്ക് തോന്നുന്നില്ല അതൊക്കെ സമ്മതിക്കുമെന്ന്. നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അവർ രണ്ടുപേരും ഇവിടെ താമസിക്കാനായിട്ട് ഏട്ടത്തി അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, അത് സമ്മതിപ്പിക്കണം. അതിനാണ് നമ്മളിപ്പോൾ തിടുക്കം കൂട്ടേണ്ടത്. അല്ലാതെ നമ്മൾ കാരണം ആ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ചല്ലേടാ ആ കുട്ടി ഇങ്ങോട്ട് വന്നത്. പാവം, അതിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. ഞാൻ ഏതായാലും സംസാരിച്ചേ മതിയാവുള്ളൂ. ഇനി ആ കുട്ടിയിട്ട് വേദനിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് ഉറക്കത്തിൽ എണീറ്റ് വരികയാണ്. ആഹാ, കൊള്ളാലോ നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം, അടിപൊളിയായിട്ടുണ്ടല്ലോ. എടോ, താൻ ഉറങ്ങിയില്ലായിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. അത് ശരി. ഇത്രയും വലിയൊരു ഉപദേശങ്ങൾ ഇവിടെ നടക്കാൻ നേരത്ത് ഞാൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങാനോ? നടക്കുന്ന കാര്യമല്ല അതൊന്നും. സുഭാഷ് ഏട്ടൻ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടു. അപ്പോൾ സുഭാഷ് ഏട്ടൻ രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? സുഭാഷ് ഏട്ടൻ ആ തീരുമാനം എടുത്തല്ലേ? എന്താടാ, എൻ്റെ ആ തീരുമാനം നല്ലതല്ലേ? അടിപൊളിയല്ലേ? പിന്നെ അല്ല, കീടിലൻ തീരുമാനം, അടിപൊളി തീരുമാനമാണ് എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേ കണ്ടോടാ, അവൻ തന്നെ പറഞ്ഞു നല്ലൊരു തീരുമാനമാണെന്ന്. എൻ്റെ സുഭാഷ് ഏട്ടാ, ഇങ്ങേര് സുഭാഷ് ഏട്ടനെ കളിയാക്കിയതാണ്. കളിയാക്കിയതാണോ? പിന്നെ അല്ലാതെ കളിയാക്കാതെ. സുഭാഷ് ഏട്ടന് എന്താ വില, വട്ടാണോ? അതായത് നിധിയും ഞാനും കൂടി ഈ വീട്ടിൽ താമസിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം കുറ്റപ്പെടുത്തുന്നത് എന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്ന് അവൾ പറഞ്ഞു വരുത്തും. ലാസ്റ്റ് എൻ്റെ തലയെടുക്കാൻ വേണ്ടി അവൾ വരും. അല്ലെങ്കിലും എൻ്റെ കൂടെ അവൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് തയ്യാറാകൂ സുഭാഷ് ഏട്ടാ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അല്പം ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അവൾ ചിലപ്പോൾ പറയും, സുധീഷിനെ ഇവിടുന്ന് പറഞ്ഞു കേട്ടോ, എന്നാലും നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ലെന്ന്. അല്ലാതെ സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്ന പോലെ അവളെൻ്റെ ഒപ്പം താമസിക്കുന്നില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക സുധീഷേ. ഇല്ല, സുഭാഷ് ഏട്ടൻ അത് പറയേ വേണ്ട, അതിന് സമ്മതിക്കുകയില്ല. ഈ കാര്യത്തിൽ ഞാൻ കുറ്റവാളിയല്ല കേട്ടോ സുഭാഷ് ഏട്ടാ. എൻ്റെ പേരെടുത്ത് ഇടാൻ നിൽക്കരുത്, ദൈവത്തോർത്ത് എൻ്റെ പേരെടുത്ത് ഇടാൻ നിൽക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് നടക്കൂലെന്ന് അർത്ഥം. നടക്കൂല, ഞാൻ കിടന്നുറങ്ങാൻ പോവാ എന്ന് പറഞ്ഞ് സുധീഷും കിടന്നു തന്നെ ഉറങ്ങുകയാണ്. അതേപോലെ തന്നെ ഹരീഷും കിടന്നുറങ്ങുകയാണ്. സുഭാഷ് ഏട്ടാ, നമുക്കും കിടന്നുറങ്ങാം, ഇനി ഇവിടെ ഉറക്കൊഴിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാം. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ സുഭാഷ് ആണെങ്കിൽ നിധിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ നിൽപ്പാ. നിധിയെ കണ്ടിട്ടേ ഇന്ന് പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ നിൽപ്പാണ്. അപ്പോൾ ഈ ഹരീഷ് പറയാണ്, സുഭാഷ് ഏട്ടാ, അപ്പോൾ സുഭാഷ് ഏട്ടൻ ഏട്ടത്തിയോട് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? അതെ, ഞാൻ നിധിയോട് ഇത് തുറന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ ഒരു നിവൃത്തിയില്ല. ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. അല്ലെങ്കിൽ ആ കൊച്ചിനെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാനും പാടില്ല. അപ്പോൾ സുധീഷ് ആണെങ്കിൽ എൻ്റെ ദൈവം, ഈ സുഭാഷാണ് എന്ത് ഭാവിച്ചാണാവോ? ഇനി നിധി ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ തലയെടുക്കും. അതാണിപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. സുഭാഷ് ഏട്ടാ, അത് വേണോ സുഭാഷ് ഏട്ടാ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. വേണം, ഞാൻ എടുത്ത തീരുമാനമാണിത്. അതുകൊണ്ട് ഞാൻ നിധിയോട് പറയാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ നിധി ഇറങ്ങി വരികയാണ്. അപ്പോൾ നിധി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. എന്താ പറ്റിയത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ പിന്നെ ഞങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ? സുഭാഷിന് എന്താ പറയാനുള്ളത്? അതൊരു
പേഴ്സണൽ കാര്യമാണ്. പക്ഷെ അത് മോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കണം. എന്തോ അത്യാവശ്യമായ കാര്യം പറയാനാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ മോളെ, മോൾക്കറിയാലോ, ഏ മോള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോളെല്ലാവരും കിടന്ന് കളിയാക്കുന്നു. അത് തീർന്ന പ്രശ്നമല്ലേ സുഭാഷ് ഏട്ടാ? ഇന്നലെ സംഭവം തീർന്നു. ഇനിയും ആ സംഭവം ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. മോൾക്കൊരു കാരണം വരുന്നത് ഞങ്ങൾക്കത് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞങ്ങൾ കാരണം മോൾക്കൊരു ചീത്തപ്പേരുണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് താമസം മാറുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെങ്ങോട്ട് താമസം മാറാനാണ് സുഭാഷ് ഏട്ടാ? ഇവിടുന്ന് പോയി നമ്മൾ എങ്ങോട്ട് മാറാനാണ്? അയ്യോ മോളെ, മോള് മാറണമെന്നല്ല പറഞ്ഞത്. അത് പിന്നെ ഞാനും പിന്നെ നികേഷും ഹരീഷും അച്ഛനും കൂടി വേറെ വീട്ടിലേക്ക് മാറാം. സുധീഷും മോളും ഈ വീട്ടിൽ തന്നെ ഇരുന്നോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷാണെങ്കിൽ നിധി, ഇത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നീ എൻ്റെ തലെടുക്കാൻ നിൽക്കരുത്, എനിക്കിതിൽ ഒരു പങ്കുമില്ല കേട്ടോ നിധി എന്ന് പറയാണ്. അപ്പം ഇത് കേട്ട നിധിയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ ഇത് എന്താ പറ്റിയത്? ഇത് നിങ്ങളുടെ വീടല്ലേ, നിങ്ങളെന്തിന് അവിടെ നിന്ന് മാറുന്നതെന്ന് ചോദിക്കണം മോളെ. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ഒരേ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് ശരി, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എങ്ങനെ കരുതുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ സുഭാഷ് ഏട്ടാ? ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുമായിരുന്നല്ലോ. എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇറക്കി വിടാൻ വേണ്ടിയാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? സുഭാഷ് ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ മോളെ. അത് ഞാൻ പറഞ്ഞത് മോളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. എന്ത് നന്മ എന്ന്. അതെ സുഭാഷ് ഏട്ടാ, എൻ്റെ മുത്തശ്ശിയെ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? ഒരു കഴുതയും ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ ഈ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവാം. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും വഴിയിലൊരു മനുഷ്യൻ, അയാൾ ചോദിക്കുവാണ്, നീ എന്തൊരു മണ്ടനാടാ, കഴുത ചുമക്കേണ്ടത് മുഴുവൻ നീ ചുമക്കുകയാണോ? എടാ, അതാ കഴുതയുടെ പുറത്ത് വെച്ച് നിനക്ക് സുഖമായിട്ട് നടക്കാൻ പാടില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പറയുന്നത് ശരിയാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ ദേഹത്തിരുന്നേച്ച ആ ഒരു ഭാരം എടുത്ത് കഴുതയുടെ പുറത്ത് കയറ്റി വെച്ചു. എന്നിട്ട് കഴുതയുടെ പുറത്ത് കയറ്റി വെച്ചിട്ട് ഇയാൾ കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്ക് വേറൊരാൾ പറയാണ്, ഇയാളെന്തൊരു ദുഷ്ടനാ, കണ്ടില്ലേ ആ ഒരു മിണ്ടാപ്രാണി എന്തോരം ദ്രോഹിക്കുന്നു, അതിൻ്റെ പുറത്താണ് എല്ലാ ഭാരങ്ങളും കയറ്റി വെച്ചിരിക്കുന്നത്, എന്തൊരു ദുഷ്ടനാണ്, ഇയാൾക്ക് ആ ഭാരം ചുമന്നാൽ എന്താ പ്രശ്നം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ആ ഭാരം എടുത്ത് വീണ്ടും പുറത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാളും കയറി കഴുതപ്പുറത്തിരുന്നു. അപ്പോഴേക്കും ഇതെന്ത്, കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും വേറൊരാൾ ചോദിക്കുവാണ്, ഇയാളിത് എന്താ കാണിക്കുന്നത്? ആ കഴുതപ്പുറത്ത് ആ ഒരു ഭാരവും അതേപോലെ തന്നെ നിനക്കും സുഖമായിട്ടിരുന്ന് പോകാൻ പാടില്ലേ? നീ എന്തൊരു മണ്ടനാ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ കഴുതപ്പുറത്ത് ആ ഒരു കാര്യം വെക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ തലയിറങ്ങി വീണു. അതാണ് അവിടെ സംഭവിച്ചത്. അത് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കഥയുടെ അർത്ഥം മനസ്സിലായല്ലോ. സുഭാഷ് ഏട്ടൻ ഒരു കഴുതയാകാൻ നിൽക്കരുത്. സുഭാഷ് ഏട്ടൻ അല്ലെങ്കിൽ കഴുതയായിക്കോ, പക്ഷേ ആ മനുഷ്യനാകാൻ നിൽക്കരുത്. അത് വലിയൊരു അബദ്ധത്തിലേക്ക് തന്നെ ചെന്ന് ചാടും. ഈ മനുഷ്യർക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത്? അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം കേട്ട് നമ്മൾ അതിൻ്റെ വഴി നടന്നാലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താണാവോ ഇവൾ എൻ്റെ കാര്യം പറയാത്തത്, അല്ലെങ്കിൽ എൻ്റെ കാര്യം എടുത്തിടുന്നത് കാണാലോ. അപ്പോൾ സുഭാഷും ബാക്കിയുള്ളവരെല്ലാവരും അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുക. അപ്പം അതിനുശേഷം നിധി പറയാണ്, അല്ല സുഭാഷ് ഏട്ടൻ എന്താ പറഞ്ഞത്? ഞാനും ഈ സുധീഷും കൂടി ഈ വീടിൻ്റെ ഉള്ളിൽ കഴിയണമെന്ന്. കൊള്ളാം സുഭാഷ് ഏട്ടാ, ഞാൻ അങ്ങനെ കഴിയുമെന്ന് സുഭാഷ് ഏട്ടന് തോന്നുന്നുണ്ടോ? ഈ സുധീഷിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കഴിയും. പക്ഷേ ഞാനും സുധീഷ് ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയില്ല എൻ്റെ സുഭാഷ് ഏട്ടാ. ഇത് കേട്ടപ്പോഴേക്ക് സുധീഷ് വന്നല്ലോ, എൻ്റെ പേര് വന്നല്ലോ, തൃപ്തിയായി, ഇതെല്ലാവർക്കും തൃപ്തിയായല്ലോ. എല്ലാവരും കൂടി എൻ്റെ പേര് ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സമാധാനമായല്ലോ. അപ്പോഴേക്കും സുഭാഷ്, മോളെ എനിക്ക് മനസ്സിലായി എൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന്. പക്ഷെ മറ്റുള്ളവരെ പേടിച്ച് എനിക്കൊരു നല്ല കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല എൻ്റെ സുഭാഷ് ഏട്ടാ. നമുക്ക് നമ്മുടേതായ രീതിയുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എൻ്റെ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും ഈ സുധീഷ് പറയാണ്, നിധി പറഞ്ഞത് കേട്ടല്ലോ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ കഴുതയായിക്കോ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഹരീഷിനും ചിരി വരിക, ഹരീഷും ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നികേഷ് ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ഒന്ന് തുറപ്പിച്ച് നോക്കിയാണ്, ഞാൻ ചിരിച്ചൊന്നുമില്ല. അങ്ങനെ
സുഭാഷിന് പിന്നീട് അവിടെ നിൽക്കണം തോന്നിയില്ല, അവിടെ തന്നെ പോവുകയും ചെയ്യാണ്. ആ സുഭാഷിൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുകയും ചെയ്തില്ല. അങ്ങനെ നമ്മുടെ സുധീഷിനെ കാണിക്കുകയാണ്. സുധീഷാണെങ്കിൽ ഡ്രസ്സെല്ലാം കുടഞ്ഞു വിരിക്കുക. ആ സമയത്ത് ഹരീഷിനെ കാണുകയാണ്. എന്തോ പറ്റിയടാ, നീ കുറേ നേരമല്ലേ എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, നീതുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നായിരിക്കും അല്ലേ? അതെ അതെ സുധീഷ് ചേട്ടാ, ഞാൻ നീതുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. എടാ, അപ്പോൾ അവളെ അങ്ങോട്ട് അത്രയ്ക്ക് മാത്രം മനസ്സിലോട്ട് കയറി പറ്റുമോ? അത് ഇന്നലെ അവളുടെ സംസാരം കേട്ടില്ലായിരുന്നോ? നമ്മുടെ കുടുംബത്തോട് എത്ര ആത്മാർത്ഥമായിട്ടാണ് അവൾ പെരുമാറുന്നത്. നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ടേ അവൾക്ക് വേറെ എന്തോ ഉള്ളു. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഏത് അങ്ങേയറ്റം വരെയും പോകാനായിട്ട് അവൾ തയ്യാറാ. അപ്പേ എനിക്ക് അവളോട് ഇങ്ങനെ പ്രണയം ഇങ്ങനെ മൂത്ത് വരികയാണ് എൻ്റെ സുധീഷ് ചേട്ടാ എന്നൊക്കെ പറയാണ്. ആഹാ, കൊള്ളാലോടാ. ആ, അപ്പോൾ ഈ ചെറുക്കൻ്റെ മനസ്സിലേക്ക് പ്രണയങ്ങൾ ഇങ്ങനെ കുതിച്ചു വരുന്നുണ്ടല്ലേ സുഭാഷ് ചേട്ടാ? എനിക്ക് അവളെ കാണാനായിട്ട് തോന്നുന്നു. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ്? അവളെവിടെയാ? അവൾ വീട്ടിൽ. നീ ഒരു കാര്യം ചെയ്യുക, അവളെ ഒന്ന് വിളിക്കുക. അവളുടെ ഫോണൊക്കെ കേടല്ലേ, അവളുടെ ഫോണിലേക്ക് വിളിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സുധീഷ് ചേട്ടാ? എന്ത് ചെയ്യാനായിട്ട്? നീ അങ്ങോട്ട് മാറിയിരുന്നേ, അവളെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. സുധീഷ് ചേട്ടാ അങ്ങനെ പറയല്ലേടോ, നമുക്കൊന്ന് പോയി കണ്ടാലോ? ശരി, എങ്കിൽ വാ, നമുക്ക് പോയി കാണാം. എങ്ങോട്ടാ? അവളുടെ വീട്ടിലേക്ക്. അയ്യോ, വീട്ടിൽ അവിടെ എല്ലാവരും ഇല്ലേ? നിനക്ക് പേടിയാണല്ലേ? പേടിയല്ല, ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് മനസ്സിനകത്ത്. നീയേ നമുക്ക് ഏതായാലും പോയി കണ്ടിട്ട് വരാം. എങ്കിൽ പിന്നെ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റട്ടെ. അയ്യടാ, നിനക്ക് ഈ ഡ്രസ്സ് മതി, പക്ഷേ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്നും പറഞ്ഞ് സുധീഷ് നേരെ ഡ്രസ്സ് മാറ്റാനായിട്ട് പോവുക. ഡ്രസ്സൊക്കെ മാറ്റി ഇവരെ നല്ല ഗെറ്റപ്പായിട്ട് ആ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നീതുവിൻ്റെ വീടിൻ്റെ ആ വഴി എത്തി. എനിക്ക് പേടിയാവുന്നു സുധീഷ് ചേട്ടാ. പേടിയോ? എന്തിനാ പേടിക്കണേ? എന്നെക്കുറിച്ച് ഓർത്തിട്ടൊന്നും അല്ല, പക്ഷെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? അപ്പോൾ അതാ വരുന്നടാ നീതുവിൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷയായിട്ട് വരിക. സുധീഷ് ചേട്ടാ വന്നേന്നും പറഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുക. എന്താടാ, കണ്ടില്ലേ നീതുവിൻ്റെ അച്ഛൻ കയറിപ്പോയി. എടാ, നീ ഇങ്ങനെ പേടിച്ചാലോ? നീ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതല്ലേടാ? അപ്പം ഏതൊരു കാര്യവും നേരിട്ടേ മതിയാവുള്ളൂ. അങ്ങനെ വേണം. അയ്യോ, നിങ്ങളെപ്പോലെ ധൈര്യമൊന്നും എനിക്കില്ല. ധൈര്യം ഇല്ലെങ്കിൽ ഈ പണിക്ക് നടക്കാൻ പാടില്ലായിരുന്നു. നീ ഇങ്ങോട്ട് വന്നണ്ടേ സുധീഷേട്ടാ? വേണ്ട സുധീഷേട്ടാ, നീതുവിനിട്ട് ഒരുപാട് തല്ല് കിട്ടും. നമ്മൾ കാരണം എന്തിനാണ് സുധീഷേട്ടാ അവളെ ചുമ്മാ തല്ലി മേടിപ്പിക്കുന്നത്? അത് ശരിയല്ലല്ലോ. ശരിയാണ്, ഇപ്പം എന്താ ഒരു വഴി? അപ്പോൾ ഒരു ചേച്ചി ആ വഴി പോവുക. ഒരു ചേച്ചി ആ വഴി പോകുന്ന കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുധീഷാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, അതെ ആൻറ്റിയാ? എന്നെ കണ്ടത് എൻ്റെ ആൻറ്റിയായിട്ടാണ് അവിടെ തോന്നുന്നത്. അയ്യോ അല്ല ചേച്ചി, അതെ അകലേന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റീനെ പോലെ തോന്നി, പക്ഷെ അടുത്തെത്തിയപ്പോഴേക്കാണ് ചേച്ചി എന്ന് മനസ്സിലായത്. ചേച്ചിയോ? ആരാടാ നിൻ്റെ ചേച്ചി? നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കാലം പ്രായം തോന്നിക്കോളല്ലോടാ. നാണക്കേട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പോവുക. ഹരീഷ് ഇരുന്ന് അവിടെ മുട്ടാഞ്ചിരിയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പോയെ മേടിക്കാനായിട്ട്? മിണ്ടാതിരുന്നാൽ പോരായിരുന്നില്ല. എന്നാലും ഇവിടെ ഒരു വഴി വേണമല്ലോ. അപ്പോൾ വരുന്നൊരു കൂട്ടുകാരി. കിട്ടിയടാ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നേരെ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹലോ, ഹായ്, മനസ്സിലായോ? അത് പിന്നെ ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അന്നാ ടൂറ് പോയപ്പോൾ ഞാനാ ട്രാവലറിൻ്റെ ഇതൊക്കെ എല്ലാം ഗംഭീരമാക്കി തന്നത്. ഓ, മനസ്സിലായി. അപ്പോൾ രേഷ്മയല്ലേ എന്ന് ചോദിക്കുക. എൻ്റെ പേര് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാവുന്നേ, എന്നെ മനസ്സിലായില്ലേ? അത് പിന്നെ സുധീഷാണോ? അത് തന്നെ സുധീഷ്. എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല ഞാനന്ന് കുറേ ഉപകാരങ്ങളെല്ലാം ചെയ്തായിരുന്നു, അതുകൊണ്ട് അതെ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്താണ്, ചുറ്റിത്തിരിവാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ചുറ്റിത്തിരിവ് തന്നെയാ, എനിക്ക് വേണ്ടിയല്ല, ആ നിൽക്കുന്ന ആൾക്ക് വേണ്ടിയാ. ആരാ കക്ഷി? അത് പിന്നെ നീതു. ഓട്ടോറിക്ഷക്കാരൻ്റെ മോളോ? അത് തന്നെ, എനിക്ക് വേണ്ടിയല്ലേ, എൻ്റെ അനിയന് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി സംസാരിക്കണം, നീതുവിനോട് ഒന്ന് ഇറങ്ങി വരാനായിട്ട് പറയണം. ഞാൻ തന്നെ പോകണോ? പോയേ മതിയാവുള്ളൂ. എന്തെന്ന് പറയണം? അത് ഒരു ഫ്രണ്ട് കാണാൻ വന്നിരിക്കുന്നത് പറഞ്ഞത്. ഫ്രണ്ടിൻ്റെ പേരെന്താന്ന് പറയണം? അത് ഹരീഷൻ. ഹരീഷനോ? അല്ല, അതല്ല, ഹരിത എന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാനൊന്ന് പോയി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഹരീഷിനും സുധീഷിനും ഭയങ്കര ഒരു സന്തോഷം തോന്നിയ. അങ്ങനെ ഈ രേഷ്മ നേരെ അങ്ങോട്ട് കയറി ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നീതു എന്ന് വിളിച്ചുകൊണ്ട്, അപ്പം നീതുവിൻ്റെ അമ്മ ഇറങ്ങി വരികയാണ്. രേഷ്മയോ? എന്താ രേഷ്മേ, നീതുവിനെ വിളിച്ചുകൊണ്ടാണല്ലോ വരവ്? അതല്ല, നീതുവിൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു, അങ്ങോട്ട് അവളോട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. നീതുവിൻ്റെ ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അത് പിന്നെ ഹരിത എന്നാണ് പറഞ്ഞത്. ഓ, അത് ശരി. എടി നീതു. എന്താ അമ്മേ? അതെ, നിൻ്റെ ഒരു ഫ്രണ്ട് ഹരിത കാണാൻ വന്നിരിക്കുന്നു എന്ന്. ഇത് കേട്ടാ നീതു രേഷ്മയൊന്ന് നോക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.